என் சபையை கட்டுவேன், பாதாளத்தின் வாசல் அதை மேற்கொள்ளாதே. இயேசுவை நோக்கிக் கொண்டிரு, ஓடு 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 ஓடிக்கொண்டிரு. ஓடுவே இயேசுவுக்காய் வேகமாய் ஓடிடுவேன், நான் ഓടുവേ. പാസ്റ്റർ ആൽവിൻ തോമസ് തിരുവനന്തപുരത്ത് ആരാധന നയിക്കുന്നു. ബ്രദർ ജോൺ താരു ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 3:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കോമ്പൗണ്ട്, കാര്യവട്ടം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും മീനകുമാരിയാണ്. സിസ്റ്ററിൻ്റെ മകൾക്ക് MBBSന് അഡ്മിഷൻ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് മകളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ സാമ്പത്തിക ക്രമീകരണങ്ങളും കർത്താവ് ചെയ്യണം, ദൈവിക ജ്ഞാനം കൊണ്ട് മകളെ നിറയ്ക്കണം. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് ട്രിവാൻഡ്രത്തേക്ക് ജോലി ട്രാൻസ്ഫർ ലഭിക്കണം. പ്രോപ്പർട്ടിയിൽ റോഡ് വെട്ടുന്നതിന് ബന്ധപ്പെട്ടായിരിക്കുന്ന എല്ലാ കേസിൽ നിന്നും പരിഹാരമുണ്ടാകണം. മതിൽ കെട്ടേണ്ടതിനായി കർത്താവിൻ്റെ ക്രമീകരണം അതിന്മേൽ ചലിക്കണം. നമുക്കൊരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കുടുംബത്തിന് അവിടുന്ന് ചെയ്ത അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ, മകളുടെ മേൽ അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ അപ്പ. നല്ല രീതിയിൽ പഠിച്ച് കർത്താവെ ഉന്നത വിജയത്തോടെ അയക്കണേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, ഇതിനു വേണ്ടുന്ന എല്ലാ സാമ്പത്തിക ക്രമീകരണങ്ങളും ഒരുങ്ങി വരട്ടെ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. കർത്താവെ, ഹസ്ബൻഡിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ട്രിവാൻഡ്രത്തേക്ക് ജോലി ട്രാൻസ്ഫർ ആകട്ടെ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവിടുത്തെ പ്രവൃത്തി അതിന്മേലുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ഇവരുടെ പ്രോപ്പർട്ടിയിൽ റോഡ് വെട്ടുന്നതിനെ ബന്ധപ്പെട്ടായിരിക്കുന്ന എല്ലാ കേസുകളും കർത്താവെ അത് ഒത്തുതീർപ്പിലേക്ക് വരട്ടെ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ചുറ്റുമതിൽ കെട്ടേണ്ടതിനുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു TV പ്രേക്ഷക സംഗമം തൃശൂരിൽ നാളെ രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, പാലസ് റോഡ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനം പറയുന്നത് ഒരു നല്ല കാര്യസ്ഥൻ എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ ഒരു നല്ല കാര്യസ്ഥനെ പോലെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രവൃത്തിയെ ക്രമീകരിക്കുവാനിടയാവും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ എല്ലാം ചിട്ടയോടെ ചെയ്യുവാൻ സാധിക്കില്ല. ഇന്നത്തെ മെസ്സേജ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. യേശുവിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ, യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞ പ്രധാന വാക്യങ്ങളിലൊന്ന് യോഹന്നാൻ 14:16 വാചകം, ഞാൻ നിങ്ങൾക്കൊരു എൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അവൻ്റെ പേര് കാര്യസ്ഥൻ എന്ന്. എന്താ പേര്? കാര്യസ്ഥൻ. അവൻ വന്നാൽ സകലതും എന്ത് ചെയ്യാൻ തുടങ്ങും? നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങും. സകലതും എന്ത് ചെയ്യാൻ തുടങ്ങും? തൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ തുടങ്ങും. സകലതും നിങ്ങളെ ഉപദേശിക്കുകയും അവൻ്റെ വിധത്തിൽ നിങ്ങളെ വഴി നടത്താനും തുടങ്ങും. അപ്പോൾ കാര്യസ്ഥൻ വന്നാൽ, ഒരു വീട്ടിലെ കാര്യസ്ഥൻ എന്താ ചെയ്യുന്നത്? ആ വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയാ. ഒന്നടക്കം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, കാര്യസ്ഥൻ്റെ പണി എന്താണെന്നറിയാമെന്ന് ചോദിച്ചേ. എന്താ കാര്യസ്ഥൻ്റെ പണി? പറഞ്ഞേ. ആ വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനെ ആ കാര്യസ്ഥൻ എന്ന് വിളിക്കുന്നേ. ക്രമപ്പെടുത്താത്ത കാര്യസ്ഥനെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിർത്തുവോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവെന്ന ആ കാര്യസ്ഥൻ വന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അവൻ വന്നാൽ ആദ്യം ചെയ്യുക, ഈ വീടിനെ ക്രമപ്പെടുത്താനായി തുടങ്ങും. ആമേൻ.
ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്നോട് കർത്താവ് ചോദിച്ച ചോദ്യമോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അഞ്ചലിൽ ഞാനൊരു സ്ഥലം മേടിച്ചു. അതിന് 2 ഏക്കർ സ്ഥലം. അന്ന് 24,000 രൂപ വാടക. 15,000 രൂപ കൊടുക്കാൻ തികയത്തില്ല. സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. പളു പറഞ്ഞു ആദ്യം വാടക താടോ, എന്നിട്ട് സ്ഥലം ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്ഥലം വേണം. പുള്ളി പറഞ്ഞു അന്ന് 15,000 വിലയുള്ളതിന് പുള്ളി 25,000, 10,000 വിലയുള്ളതിന് 25,000 ചോദിച്ച്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറയ്ക്കുമോ? പുള്ളി കളിയാക്കിയുണ്ട് പറഞ്ഞു 1,000 രൂപ കുറച്ചോടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്നോ? പുള്ളി പറഞ്ഞു തരാം, പക്ഷേ 10 ലക്ഷം രൂപ കൊണ്ടുതരാൻ പറഞ്ഞു. എൻ്റെ കൈയും കാലും പറഞ്ഞു 10 ലക്ഷം പോയിട്ട് 5 രൂപ കയ്യിലില്ല. പക്ഷെ ദൈവം ഒരു സൂപ്പർ നാച്ചുറലായി സന്ദർശനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് അന്ന് കുഞ്ഞുങ്ങളുണ്ടായ ഒരു ഫാമിലി എനിക്ക് അവരുടെ ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പൈസ 7.5 ലക്ഷം രൂപ ആ ആഴ്ചയിൽ തന്നു. അപ്പം ഞാനിരുന്ന് കണക്കൂട്ടാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ കണക്കൂട്ടി ഇതിങ്ങനെയാ. ബാക്കി 2.5 എവിടുന്ന് ഒപ്പിക്കും? ചിന്തയിൽ വന്നപ്പോൾ ആദ്യം ബഹ്റിനിൽ പോയി, അവിടെ പോയപ്പോഴൊക്കെ കുറേശ്ശെ പൈസ കിട്ടി. അതുകൊണ്ട് അവിടേക്കൊന്ന് പോയാലോ? പോകണമെന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന് ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഇടയ്ക്ക് പാസ്റ്ററിനെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ട, ചർച്ചിലൊരു പ്രശ്നം. എൻ്റെ ഭാര്യയ്ക്കൊരു വെളിപ്പാടുണ്ടായി. വെളിപ്പാട് ഇങ്ങനെയാ. എന്നോട് ചോദിച്ച് അവൾ ഓർമ്മിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ബാങ്കോക്കും ബഹ്റിനും ഒക്കെ ആണോ നിങ്ങളുടെ വെളിപ്പാടെന്ന്? അപ്പോഴെനിക്ക് മനസ്സിലായേ ഞാൻ ആശ്രയിച്ചത് ബാങ്കോക്കിലും ഞാൻ ആശ്രയിച്ചത് ബഹ്റിനിലുമാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു നിന്നിൽ ആശ്രയിക്കുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് മനസ്സിലായി. സൂപ്പർ നാച്ചുറലായി ആ സ്ഥലം ഞാൻ വാങ്ങി. പക്ഷെ അടുത്ത കാര്യം കടമ്പ തീർന്നില്ല. ഞാൻ കിട്ടിയ ഉടനെ ഭയങ്കര ആവേശമല്ലേ, കിട്ടി 2 ഏക്കർ കിട്ടി. ആ ദിവസമിൽ പറയാൻ തുടങ്ങി 5 ഏക്കറോ ദൈവമേ നീ തരാമെന്ന് പറഞ്ഞ് 3 ഏക്കറും കിട്ടിയേ പറ്റൂ. ഒരു രാത്രി കർത്താവ് ചോദിച്ചു 2 ഏക്കർ തന്നില്ലടാ, പിന്നെന്തിനാ ഇപ്പം 3 ഏക്കർ? ഞാൻ പറഞ്ഞു 3 ഏക്കറും കൂടെ നീ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം ചോദിച്ചു 2 ഏക്കറിനകത്ത് നീ എത്ര സെൻറ്റ് സ്ഥലത്താണ് ചർച്ച് വെക്കുന്നത്? ഞാൻ പറഞ്ഞു 5000 സ്ക്വയർ ഫീറ്റ്. ഞാൻ ചോദിച്ചു കർത്താവ് അടുത്ത ചോദ്യം ചോദിച്ചു 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1 ഏക്കർ സ്ഥലത്ത് എത്രയുണ്ട്? ഞാൻ പറഞ്ഞു 45,000 സ്ക്വയർ ഫീറ്റ് ആണ് 1 ഏക്കർ സ്ഥലം. അതിനകത്ത് 5,000 സ്ക്വയർ ഫീറ്റ്. 2 ഏക്കർ സ്ഥലം എത്ര ഉണ്ടടാ? അത് 90,000 സ്ക്വയർ ഫീറ്റ്. അതിനകത്ത് നീ എത്ര സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്? 5,000 സ്ക്വയർ ഫീറ്റ്. ബാക്കി 85,000 അത് ഞാനൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് പറഞ്ഞു ആദ്യം അതൊക്കെ ചെയ്യടാ, എന്നിട്ട് 3 ഏക്കർ ചോദിക്കടാ എന്ന് പറഞ്ഞു. ദാറ്റ്സ് അവർ പ്രോബ്ലം. നമുക്കിങ്ങനെ വരണം, പക്ഷെ അത് വന്നതിലൊന്നും ചെയ്യത്തുമില്ല. ഒരു ശ്വാസം വിട്ടെ, ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഞാൻ പറയുന്നത് ശരിയാന്ന് തോന്നുന്നവരെങ്കിലും ഒന്ന് കരമുയർത്തി കാണിച്ചേ. സിമ്പിളായൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഇത്ര ദിവസം നിങ്ങളെ പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രധാന വാക്കുകളിൽ ഒന്ന് പറയാവോ? യു ആർ ഗോയിങ് ടു ലീവ് ഇൻ ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് പ്രോസ്പെറിറ്റി. നിങ്ങൾ ഏറ്റവും സാമ്പത്തികമായി ഉന്നതമായി ജീവിക്കും. പഠിപ്പിച്ചോ? പറഞ്ഞോ? ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിച്ചില്ല കർത്താവേ എനിക്കൊരു 5 കോടി വേണം. ചിലർ പറഞ്ഞു ഒരു 2 കോടി വേണം. ഒരു ചോദ്യം സിമ്പിളായി ചോദിക്കുക. ജിജോ ഉത്തരം തരണം. എടാ നീ ഉത്തരം തരണം. 5 കോടി രൂപ നാളെ നിന്റെ കയ്യിലേക്ക് കർത്താവ് സൂപ്പർ നാച്ചുറലായി കൊണ്ടു തരുമോ? എന്ത് ചെയ്യും? മൈക്ക് പറ. മൈക്ക് കാണാനില്ല. എന്ത് ചെയ്യും? എന്തെങ്കിലും അങ്ങ് ചെയ്യും ബ്രദറെ. Are you listening to me? We don't have a plan. തരണേന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ എന്തിനാന്നറിയില്ല, എങ്ങനെയാണത് ഉപയോഗിക്കുന്നതെന്നറിയില്ല. പിന്നെ എന്തിനാ നിന്റെ കൈ തരുന്നേ? Is it clear? എന്നോട് വേണേ ജസ്റ്റിൻ പറയും ജസ്റ്റിനെ മൈക്ക് എടുക്കടാ, ഞാനൊരു വീട് മേടിക്കും ബ്രദറെ. എന്ത് ചെയ്യും? വീട് അത് കഴിഞ്ഞ് എന്ത് ചെയ്യൂടാ? കാർ ഒരെണ്ണമുണ്ട്, അത് വിറ്റിട്ട് വേണമെങ്കിൽ ഹൈഗ്രേഡ് ഒരു കാർ മേടിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യേണ്ടെന്ന് ഐഡിയ ഇല്ല. പിന്നെന്തിനടാ നിന്റെ കൈ കാശ് തരണേ? അല്ല ബ്രദറിന് ഒരു 50 ലക്ഷം രൂപ തന്നേക്കാം അല്ലേ? ലിസൺ ടു മീ. ബുദ്ധിയില്ലാത്ത ഒരു കുരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുക്കാർ ആരുമില്ല.
നിങ്ങളുടെ കയ്യിൽ ദൈവം എന്തെങ്കിലും തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ തരുന്ന സംഖ്യയെ നിങ്ങൾക്ക് ദൈവം ബോധ്യം തന്നുവെങ്കിൽ, അത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അത് എന്ത് ചെയ്യണം? ഞാൻ അതിനകത്ത് ഇൻകം ടാക്സ് ഇത്ര പോകണം, അതിനുശേഷം എൻ്റെ ഫാമിലിക്ക് ഇന്നത് വേണം, അതിനുശേഷം ഇന്നത് ഞാൻ മാറ്റിവെക്കും. നിങ്ങളുടെ അകത്ത് അത് പ്ലാൻ വരട്ടെ. ഇതൊരു നിശബ്ദതയാ. നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. ആ ചിന്തിക്കണേക്കാൾ മുമ്പ് പോരട്ടെ സ്വർഗം പറയും ഞാൻ തരാടാ. അതിനൊക്കെ മുമ്പ് മാനേജ് ചെയ്യാൻ ഒരാളില്ലാത്തോണ്ട് ഭൂമിയിൽ മഴ പെയ്യിക്കാൻ ഞാൻ മാനേജ് ചെയ്യാൻ നീ തയ്യാറായാൽ ഞാനിത് തരാൻ തയ്യാറാടാ. നിങ്ങളുടെ അകത്ത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വപ്നം കാണുന്നവർ ആ സ്വപ്നം കയ്യിൽ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സ്വപ്നം കണ്ടിട്ടില്ല എങ്കിൽ സ്വപ്നം വെള്ളത്തിൽ പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, സ്വപ്നം കാണുന്നവർ ആ സ്വപ്നം എൻ്റെ കയ്യിൽ വന്നാൽ അത് ഞാൻ ഇന്നത് ചെയ്യുമെന്ന് സ്വപ്നം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്വപ്നം വൃഥാവാകത്തില്ല. ആ സ്വപ്നം നിങ്ങളുടെ കൈകളിൽ വരും. വിശ്വസിക്കുന്നവർ കൈയടിച്ചു ആമേൻ പറയാം. എന്റെ കൂടെ എത്തിയോ നിങ്ങൾ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. I am living the dreams. I am living the visions. ഞാൻ വിശ്വസിച്ചതും വിഷൻ കണ്ടതും സ്വപ്നം കണ്ടതിലും ജീവിക്കുന്നയാളാ. എനിക്ക് കാര്യം മനസ്സിലായി. സ്വപ്നം കണ്ടാൽ പോരാ, ആ സ്വപ്നം കയ്യിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് കൂടെ വ്യക്തമായി ചിത്രം ഉണ്ടാകണം. അവൻ്റെ കയ്യിൽ ആ സ്വർഗം അത് കൊടുക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. ഈ പകൽ ചിലരുടെ കൈകളിൽ സ്വർഗം ചിലത് തരുവാൻ ആഗ്രഹിക്കുകയാ. സ്വപ്നം കാണുന്നവർക്കായി സ്തോത്രം. കൈയടിക്കേ ഹല്ലേലൂയ പറ. റുലബ ശാന്തലബ. സൗരങ്ങളെ, സ്വപ്നം കാണാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങളെ നടത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങളെ സ്ട്രക്ചർ ഔട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങളെ എങ്ങനെയാ പണിയെടുക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ ദൈവം സഹായിക്കും. അവനോട് കൂടെ സഞ്ചരിക്കാൻ ഈ പകൽ ആരെങ്കിലും തയ്യാറാണ് എങ്കിൽ ആ വീടിനെ മുഴുവൻ അവൻ സിസ്റ്റമാറ്റിക്കായി രൂപാന്തരപ്പെടുത്തിയെടുക്കും. അതാണ് അവന്റെ പേര്. കമോൺ, കൈയടിച്ചു ആമേൻ പറ. എനിക്ക് ഇഷ്ടമുള്ള വാചകങ്ങളിൽ ഒന്ന് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുക, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുന്നു. 15-ാമത്തെ വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുക, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലും അല്ല കരുണ തോന്നുന്ന ഞാൻ അത്രയെല്ലാം സാധിക്കുന്നത്. അടുത്ത വാചകം പറയുക, അതുകൊണ്ട് ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തിയെ കാണിക്കാനും എൻ്റെ കരുണയെ കാണിക്കാനും. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുക 17ലേക്ക് നിന്ന് നേരെ 22ലേക്ക് വന്നാൽ, ജാതികളുടെ ഇടയിൽ നിന്നും യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എൻ്റെ മഹത്വത്തിനും തേജസ്സിനും വേണ്ടിയാണ്. സഹോദര, you are called for that. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം നിങ്ങൾ എന്നെ കാണുന്നത് പാണ്ടില്ലാത്തവനായിരിക്കും. ഞാൻ ആ കാണ്ടില്ലാത്തവനായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ഫോട്ടോ ആൽബത്തിൽ നിങ്ങൾ നോക്കണം. എന്നെ ആളുകൾ പരിഹസിച്ച എല്ലാ വീഡിയോ എൻ്റെ ഉണ്ട്. അത് കാണാൻ വേണ്ടി മേടിച്ചതല്ല, മേടിച്ച് സേവ് ചെയ്ത് വെച്ചേക്കുക. കാരണം നാളെ ഇതും കൂടെ ഇട്ടിട്ടേ ഞാൻ എൻ്റെ സൗഖ്യത്തെ സാക്ഷിയെടുത്തുള്ളൂ. നിങ്ങളുടെ ആമീനൊക്കെ പോയത് എന്താ? ഐ ബിലീവ് ഇൻ ദ മിറക്കിൾസ്. എൻ്റെ യേശു ചെയ്യുവാൻ ശക്തനാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കളിയാക്കിയ ആക്ഷേപം പറഞ്ഞ വീഡിയോസ് എല്ലാം എൻ്റെ പോക്കറ്റിലുണ്ട്. അത് കണ്ടിട്ട് കരയാനോ ദൈവമേ എന്ന് I know I am healed. On day they will say something happened to John Daru. അത് വിശ്വസിക്കുന്നതുകൊണ്ടാ കരുതി വെച്ചതാ. സൗഖ്യം ഉണ്ടായിട്ട് അന്ന് വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കേണ്ട മണ്ടത്തരമൊന്നും എൻ്റെ തലയിലില്ല. നമ്മുടെ തലയിൽ അങ്ങനെയാ ഉള്ളത്. ആ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാച്ചായിരുന്നു. കാച്ചാൻ വേണ്ടിയാ വെച്ചേക്കുന്നേ. ഒരു ഹല്ലേലൂയ പറയട്ടെ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? അപ്പോൾ നമ്മൾ ആരാന്ന് പറഞ്ഞ് ഈ ലോകത്തെ മാനേജ് ചെയ്യുന്ന ആളുകൾ. എല്ലാവരും പറഞ്ഞേ, ഈ ലോകത്തെ അവർക്ക് പറ. ഈ ലോകത്തിലെ ധനത്തെ എന്ത് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ? മാനേജ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അതുകൊണ്ട് നമ്മൾ എവിടുന്ന് തുടങ്ങണം? വി ഹാവ് ടു മാനേജ് ഇൻ അവർ ഹൗസ്. എവിടുന്ന് തുടങ്ങണം? നമ്മുടെ അലമാരിയിൽ നിന്ന് തുടങ്ങണം.
ടേബിളിൽ നിന്ന് തുടങ്ങണം. എടി മോളെ സ്ലൈഡ് എവിടെ വെച്ചെന്ന് തപ്പരുത്. അടുത്ത ആഴ്ച അതിനൊരു പാത്രം വേണം. സത്യത്തിൽ സേഫ്റ്റി പിന്നുകാരും സ്ലൈഡുകാരും ജീവിക്കുന്നതേ സഹോദരിമാരെ കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അവരെന്നെ കണ്ട വെടിവെച്ച് കൊല്ലും. മിക്കവാറും കരവേർത്തൊരു ഹാലലിയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് രാമേൻ പറയാം. ഒരു കൊച്ചു പെട്ടിയെടുത്ത് നിങ്ങളുടെ ഡ്രസ്സിങ് അലമാരിയുടെ അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ വെക്കേ, അവിടെയേ സ്ലൈഡ് ഇടാവൂന്ന് പറ. കണ്ണടച്ച് നിങ്ങൾ ഇരുട്ടത്താ തപ്പിയാൽ പോലും സ്ലൈഡ് കൈ കെട്ടണം, മെഴുകുതിരി കൈ കെട്ടണം, തീപ്പെട്ടി കൈ കെട്ടണം. എവിടെടാ തീപ്പെട്ടി എന്ന് തപ്പരുത്. Put it in the right place. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായി കഴിയും. കർത്താവേ, ആ അഭിഷേകം ഈ ചർച്ചിലേക്ക് ഒഴുകട്ടെ. ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു വാക്യം എടുക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ 2-ാം അധ്യായം 52-ാമത്തെ വാചകം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാചകമാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിലും മുതിർന്നു വന്നു. യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുക. ലിസൺ ടു മീ കെയർഫുള്ളി. യേശു വളരുന്നതിനെ കുറിച്ച് പറയൂ. എന്താ വളർന്നത്? യേശുവോ ജ്ഞാനത്തിൽ വളർന്നു. എന്തിൽ വളർന്നു? സ്ട്രക്ചറിൽ, ശരീരമായിട്ട് വളർന്നു. ആ വളരുന്നതിനോടൊപ്പം മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ വളർന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം, ഇൻ ബോർഡ് ആൻഡ് ഫുൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. യേശു വളർന്നതിനെ കുറിച്ച് പറയുക. അവൻ്റെ ഉള്ളിൽ ഫുൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മനസ്സിലാക്കുന്നതിൽ അവൻ വളർന്നു. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്തു? മനസ്സിലാക്കുന്നതിൽ, വിശുദ്ധത്തിൽ വളർന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ? അതൊന്ന് ആ മനസ്സിലാക്കലിൽ വളരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ജിജോ ബ്രദർ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് ഇത്രയും നാൾ അറിഞ്ഞുകൂടാത്തത് ഈ ദിവസങ്ങളിലാണ് ദൈവം എന്നോട് സംസാരിച്ചത്. ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ യേശുവിന് മുമ്പുണ്ടായിരുന്ന ആളുടെ പേരറിയാവോ നിങ്ങൾക്ക്? അവൻ്റെ പേര് ശലോമോൻ എന്നാണ്. ശലോമോനെ കുറിച്ച് ഞാൻ വായിച്ചിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ദൈവം ശലോമോനെ ജ്ഞാനം കൊടുത്തു. നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാം? അവരുടെ കരങ്ങൾ ഉയർത്തിക്ക്. ആ ജ്ഞാനം കൊടുത്ത സമയം നിങ്ങൾ ഓർമ്മിക്കുന്നു? ദൈവം ഒരിക്കൽ ശലോമോന് വെളിപ്പെട്ടു. ശലോമോൻ അവനോട് സംസാരിച്ചു. ശലോമോൻ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം അവനോട് ചോദിച്ചു, എന്താ വരം വേണ്ടത്? ശലോമോൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചു എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ജിജോയ്ക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? എന്താ ദൈവത്തോട് ശലോമോൻ ചോദിച്ചത്? ജ്ഞാനമാണോ? പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലായി ജിജോ, സത്യത്തിൽ ദൈവത്തോട് ശലോമോൻ എന്ത് ചോദിച്ചില്ല? ജ്ഞാനം ചോദിച്ചില്ല. നിങ്ങൾ ബൈബിളിലെ ഒരു വാക്യം എടുത്ത് 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാമത്തെ വാചകം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം തരണം. സത്യത്തിൽ ചോദിച്ചത് എന്തല്ല? വിസ്ഡം അല്ല ചോദിച്ചത്. പകരം അവൻ ചോദിച്ചത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ചോദിച്ചത്. വിസ്ഡം, ജ്ഞാനമല്ല ചോദിച്ചത്. ഇനി ദൈവം അവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകം ശ്രദ്ധിച്ച്. 12-ാമത്തെ വാചകം. ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വിവേകമുള്ള ഹൃദയവും നിനക്ക് തന്നിരിക്കുന്നു. ജ്ഞാനം എന്ന വാചകത്തിനോട് ഉപയോഗിച്ചിരിക്കുന്നത് വൈസ് എന്നാണ്, വിസ്ഡം എന്നല്ല. വൈസ് എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. അതുകൊണ്ട് ശലോമോനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ആകാശത്തിന് കീഴിലുള്ള സകലത്തെക്കുറിച്ചും ശലോമോനെ അറിവുണ്ടായിരുന്നു. ആകാശത്തിന്റെ മുകളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് സഹോദരിമാരുടെ കൂടെ പോയി നശിച്ചു പോയത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വർഗത്തെക്കുറിച്ച് അവൻ അറിവില്ലായിരുന്നു. ഈ ഭൂമിയിലെ സകലത്തിനെ കുറിച്ചും അറിവുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ആമീൻ പറയാമോ? അല്പം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ശലോമോൻ എന്തുകൊണ്ട് വിസ്ഡം അല്ലെങ്കിൽ വിവേകം ചോദിച്ചത്? വിവേകം എങ്ങനെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാ ഉണ്ടാകുന്നേ? ശ്രദ്ധിച്ച് കേട്ടാട്ടെ. അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാ ഉണ്ടാകുന്നേ? 3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് ഇൻഫർമേഷനിലൂടെയാ അല്ലെങ്കിൽ നോളജിലൂടെയാ. നമ്മുടെ അകത്തേക്ക് പല വിധത്തിലും അറിവുണ്ടാകാറുണ്ട്. ഇൻഫർമേഷൻ. ഈ പുസ്തകം മുഴുവൻ ഇൻഫർമേഷനാണ്. അതിനെ വിളിക്കുന്നത് അറിവെന്നാണ്. അല്ല എങ്കിൽ എന്തു പറയാം? നോളജ് ആണ്.
ഈ അറിവുണ്ടായാൽ അടുത്തത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത് ഇൻഫർമേഷൻസ് അല്ല നോളജ് എന്ത് കൊണ്ടുവരും? അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരും, അതിനെ മനസ്സിലാക്കൽ കൊണ്ടുവരും. ആ മനസ്സിലാക്കൽ ജീവിക്കുന്ന ഒരാൾ വിസ്ഡത്തിൽ ജീവിക്കുകയാണെന്ന് പറയും. ദൈവരാജ്യത്തിന് അനുയോജ്യമായി ഭൗതിക നന്മകളുടെ വിനിയോഗം. ബ്രദർ ജോൺ താരു നൽകിയ ദൈവിക സന്ദേശത്തിന്റെ DVD ലഭ്യമാകുവാൻ വിളിക്കുക 8589002074. ദൈവിക ജ്ഞാനത്താൽ സകലത്തെയും മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലവാരത്തിലേക്ക് നാം ഓരോരുത്തരും ഉയർന്നു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ അറിവല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, പകരം ദൈവിക ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സകലത്തെയും ക്രമീകരിക്കുവാനും ചിട്ടയോടെ ആക്കുവാനും സാധിക്കും. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. സിസ്റ്റർ, ഈ സിസ്റ്ററിന്റെ പേര് ഗീത എന്നാണ്. വിഴിഞ്ഞത്തിന് സമീപമുള്ള മുല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്ററിന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പെട്ടെന്ന് ഒരു ദിവസം BP കൂടി തലചുറ്റലുണ്ടായി. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഷുഗറും വളരെ കൂടുതലാണ്, BPയും വളരെ കൂടുതലാണ്, മെഡിസിൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഒരു നഴ്സറിയിൽ ഹെൽപ്പറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ടീച്ചർ നമ്മുടെ ചർച്ചിലെ ഫോൺ നമ്പർ കൊടുക്കുകയും ഈ ചർച്ചിൽ കടന്നു വരാൻ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ സിസ്റ്റർ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത് ഹോസ്പിറ്റലിൽ വന്ന ഉടനെ തന്നെ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്നത് പോലെ തോന്നി. തുടർന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സിസ്റ്റർ പറയുന്ന BP ഇല്ല, ഷുഗർ ഇല്ല, യേശു തൊട്ടു പൂർണ്ണമായി സൗഖ്യമായി എന്നാണ്. മാർച്ച് മാസത്തിലാണ് സംഭവിച്ചത്. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നിരുന്നു. പിന്നീട് ഇപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. എനിക്ക് കഴിക്കാൻ പേടി, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ എനിക്ക് വിശ്വാസം എനിക്കില്ല എന്നാണ്. ഫെബ്രുവരി മുതൽ ചേച്ചി ഇവിടെ വരുന്നതാണ്. മാർച്ച് മാസത്തിലാണ് പെട്ടെന്ന് ശരീരം വല്ലാതായി വന്നത്. കോൾ സെൻറ്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ സൗഖ്യമായി. മറ്റൊന്ന് സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിന്റെ മകന്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്. പിതാവിന്റെ മദ്യപാനം കാരണം മകൻ 10th സ്റ്റാൻഡേർഡിലായിരുന്നു. ശരിയായി പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പഠനത്തിൽ നല്ല മിടുക്കനായിരുന്നു, പക്ഷേ സാഹചര്യം അനുവദിച്ചിരുന്നില്ല. എന്നാൽ സിസ്റ്റർ പറയുന്നത് മകനെയും കൂട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റർ നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയും മാർക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും വിശ്വസിച്ചില്ല. എല്ലാ വിഷയങ്ങൾക്ക് A+ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് കോൾ സെന്ററിൽ വിളിക്കുമായിരുന്നു. സിസ്റ്റർ പറയുന്നത് എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് മുമ്പ് കോൾ സെന്ററിൽ കോൾ ലഭിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞ് പരീക്ഷയ്ക്ക് പോയിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എല്ലാം A+ ലഭിച്ചപ്പോൾ വളരെ അതിശയം തോന്നി. കർത്താവ് അത്ഭുതം ചെയ്തു എന്നാണ് പറയുന്നത്. കർത്താവ് ചെയ്തെന്ന് ചേച്ചി വിശ്വസിക്കുന്നു. ഞാൻ കർത്താവ് എന്നോടൊപ്പം ഉണ്ട്. ചേച്ചി വിശ്വാസത്തോടെ ചേച്ചിയുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ തക്കോണം കർത്താവ് സഹായിച്ചു. മറ്റൊന്ന് മോന് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നാഷണൽ ടാലൻറ്റ് സെർച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. പരീക്ഷ പാസ്സായെങ്കിലും സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നില്ല. അങ്ങനെ 3 വർഷമായി സ്കോളർഷിപ്പ് തുക മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ സിസ്റ്റർ വിശ്വാസത്തോടെ മകനെയും കൂട്ടി ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ സ്കോളർഷിപ്പ് തുക ലഭിച്ചു എന്നാണ് സന്തോഷത്തോടുകൂടി സാക്ഷ്യം. പ്രാർത്ഥിച്ചതിന് ശേഷം അത് ലഭിക്കാനിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം മോനെ വെറുതെ ബാങ്കിലോട്ട് വിട്ടു. പക്ഷേ പൈസ വലിയൊരു തുക വന്ന് കിടന്നു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ കിട്ടാതെ കിടന്ന പൈസയല്ലേ, ഫീസൊന്നും കൊടുക്കാൻ പാടില്ലാതെ വിഷമിച്ചിരുന്നു. പക്ഷെ ആ പൈസ കൊണ്ട് എല്ലാ ഫീസും എല്ലാം മുടക്കം തീർത്ത് എനിക്ക്. ചേച്ചിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുക വലിയൊരു അത്ഭുതമാണ്. കാര്യങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. താങ്ക് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച അവിടുത്തെ പ്രവൃത്തി കൊണ്ട് അവരുടെ ജീവിതം നിറയട്ടെ അപ്പാ. അവിടുത്തെ കൃപകൾ കൊണ്ട് അവിടുത്തെ ജീവിതം നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, എല്ലാത്തിനെയും അടുക്കും ചിട്ടയോടെ ക്രമപ്പെടുത്തി ആയിരിക്കേണ്ടതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, തൻ്റെ കയ്യിൽ വരുന്ന സമ്പത്ത് ഏത് വിധത്തിൽ ചെലവാക്കണം എന്ന്
കർത്താവേ, അവിടുത്തെ ജ്ഞാനം ഓരോ വ്യക്തികളുടെ മേലും പാർന്നിരിക്കാൻ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, മുഖത്ത് മുഴുവനും പാടുകൾ നിറഞ്ഞ ഒരു വ്യക്തി, കർത്താവെ, ആ വ്യക്തിയുടെ മേൽ യേശുപിച്ച അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. ആ സ്കിൻ ഡിസീസ് മാറിപ്പോട്ടെ അപ്പാ. കർത്താവെ, ഒന്നിനാലും അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന വിധത്തിലായിരിക്കുന്ന ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിനെ സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നപ്പാ. വയറ്റിൽ ഹെർണിയായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന കർത്താവെ, വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. അത് വറ്റിപ്പോട്ടെ അപ്പാ, അത് ചുരുങ്ങിപ്പോട്ടെ, അതില്ലാതാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പ്രഷർ നിമിത്തം കർത്താവെ, നാളുകളായി പ്രഷറുണ്ട്, അതേ തുടർന്ന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി, അത് മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യമുണ്ടാവട്ടെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യമുണ്ടാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തെ അത്ഭുത ശക്തിയുണ്ട്. കർത്താവേ, കുടുംബം നിറയട്ടെ അപ്പാ. അവരായിരിക്കുന്ന ആവശ്യത്തിന്മേൽ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കഴുത്തിൻ്റെ എല്ലുകൾ തേഞ്ഞുപോയി. കർത്താവ് അവളുടെ കഴുത്തിനൊരു പുതിയ എല്ല് കൊടുത്തു. ഇദ്ദേഹം ക്യാൻസർ മാറിയ യേശുവിലേക്ക് വന്നേ. ഇപ്പോൾ കള്ളുകൂടി നിർത്തിയപ്പോൾ 10-25 പേരുമായിട്ട് ചർച്ചിലും വരുന്നുണ്ട്. നിന്റെ കയ്യിലൊരു പെൺകൊച്ചിരിക്കുന്നത് കണ്ടിടാൻ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 9998. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 9998.